कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഭാഗവത കഥകൾ 128. കംസന്റെ ആജ്ഞ അനുസരിച്ച് മധുരാപുരിയിൽ എത്തിച്ചേർന്ന ശ്രീകൃഷ്ണ ബലരാമന്മാർ യാത്രാക്ഷീണം മാറിയതോടെ നഗരമാകെ ചുറ്റി നടന്ന് കണ്ടു തുടങ്ങി. നഗരത്തിലെ വാസ്തുകലാ വൈദഗ്ധ്യവും സൗന്ദര്യവും സമ്പന്നതയും അവർ കൗതുകത്തോടെ നോക്കിക്കണ്ടു. നഗരത്തിലെ സുന്ദരികൾ ആ 2 യാദവ ബാലകന്മാരെ കൺകുളിർക്കെ കണ്ടു. പൂക്കൾ വർഷിച്ച് സ്വാഗതം ചെയ്തു. അങ്ങനെ അവർ നടക്കുമ്പോൾ വഴിയിൽ ഒരു അലക്കുകാരനെ കണ്ടു. കംസന്റെ രാജധാനിയിലേക്ക് പോവുകയായിരുന്ന അവന്റെ കയ്യിൽ മേന്മയേറിയ നല്ല ഇനം പട്ടുവസ്ത്രങ്ങളുണ്ടായിരുന്നു. അവന്റെ അടുത്തേക്ക് ചെന്ന് കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു: ഹേ സ്നേഹിത, എന്റെ ജ്യേഷ്ഠൻ ബലരാമനും എനിക്കും വേണ്ടി നല്ല വസ്ത്രങ്ങൾ തന്നാലും എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അനുഗ്രഹം ലഭിക്കും. ധിക്കാരിയായ ആ അലക്കുകാരൻ കംസന്റെ ഭക്തനായിരുന്നു. കാലികളെ മേച്ചു നടക്കുന്ന ഗോകുലവാസികളുടെ വേഷം ധരിച്ച കൃഷ്ണനെ അവൻ പുച്ഛത്തോടെ നോക്കി. പുച്ഛം നിറഞ്ഞ ചിരിയോടെ കൃഷ്ണന്റെ ആവശ്യത്തെ അവൻ നിരാകരിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: കാട്ടുവാസികളായ നിങ്ങൾ രാജവസ്ത്രങ്ങൾ ധരിക്കുകയോ? ഇത് ഞാൻ മഹാരാജാവിനെ ധരിക്കാനായി കൊണ്ടുപോകുന്ന പ്രത്യേക വസ്ത്രങ്ങളാണ്. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടൂ. ഈ സംസാരമെങ്ങാനും കംസമഹാരാജാവിന്റെ ഭടന്മാർ കേട്ടാൽ നിങ്ങളെ 2 പേരെയും തുറുങ്കിലടച്ചതു തന്നെ. കാട്ടുവാസികൾക്ക് രാജവസ്ത്രം വേണമത്രേ. പൊട്ടിച്ചിരിച്ച രജകന്റെ പുച്ഛവാക്കുകേട്ട് കൃഷ്ണൻ അതീവ കുപിതനാവുകയും കൈകൾ നീട്ടി അവന്റെ ശിരസ് നുള്ളിയെടുത്ത് എറിഞ്ഞു കളയുകയും ചെയ്തു. ഇത് കണ്ട് രജകന്റെ കൂടെ വന്നവർ എല്ലാവരും തുണിക്കെട്ടുകൾ അത്രയും ഉപേക്ഷിച്ച് പ്രാണനും കൊണ്ട് ഓടി ഒളിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണ ബലരാമന്മാർ മന്ദഹാസത്തോടെ ആ തുണിക്കെട്ടുകളിൽ നിന്ന് തങ്ങൾക്ക് അനുയോജ്യമായ വിശിഷ്ട വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കുകയും ബാക്കി ഗോപകന്മാർക്ക് നൽകുകയും ചെയ്തു. അത് കണ്ട് ഒരു തുന്നൽക്കാരൻ ഈ വസ്ത്രങ്ങൾ 2 യുവകോമളന്മാർക്കും അനുയോജ്യമായ വിധത്തിൽ തുന്നിക്കൊടുത്തു. ഉത്സവത്തിനായി വിശിഷ്ട വസ്ത്രാലങ്കാരങ്ങളാൽ ഒരുക്കി നിർത്തിയ 2 ബാലഗജങ്ങളെപ്പോലെ അവർ ശോഭ വിതറി. തുന്നൽക്കാരന്റെ ഭക്തിയോടുകൂടിയുള്ള പെരുമാറ്റത്തിൽ സന്തുഷ്ടനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവനെ സർവ്വ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിച്ചു. അതിനുശേഷം ശ്രീകൃഷ്ണ ബലരാമന്മാർ പൂക്കൾ കൊണ്ട് മാല കെട്ടുന്നതിൽ ഏർപ്പെട്ടിരുന്ന സുധാമാവിനെ കാണുവാനാണ് ചെന്നത്. സുധാമാവിന്റെ ഗൃഹത്തിലേക്ക് കടന്നു ചെന്ന ശ്രീകൃഷ്ണ ബലരാമന്മാരെ കണ്ടതും സുധാമാവ് ആദരവോടുകൂടി എഴുന്നേറ്റു. ആഹ്ലാദത്തോടെ ഓടിവന്ന് അവരുടെ പാദങ്ങളിൽ ദണ്ഡനമസ്കാരം ചെയ്തു. പിന്നീട് അർഘ്യം, താമ്പൂലം, ഹാരം എന്നിവ സമർപ്പിച്ച് ഇരുവരെയും പൂജിച്ചു. അഞ്ജലി കൂപ്പി നിന്ന് ആനന്ദാശ്രുക്കളോടെ സുധാമാവ് ഇപ്രകാരം പറഞ്ഞു: ഈ ജഗത്തിന്റെ ഉൽപ്പത്തിക്കും സൃഷ്ടിസ്ഥിതി കർമ്മങ്ങൾക്കും എല്ലാം കാരണമായ ശ്രീഹരി വിഷ്ണു തന്നെ സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനായി ഭൂമിയിൽ അവതരിച്ചതാണ് നിങ്ങളെന്ന് ഞാൻ അറിയുന്നു. ബുദ്ധിയോടുകൂടിയവനും വിശ്വാത്മാക്കളുമായ നിങ്ങൾക്ക് ആർക്കും തമ്മിൽ ഒരു ഭേദവുമില്ല എന്നെനിക്ക് അറിയാം. എന്നിരുന്നാലും നിങ്ങളെ ഭജിക്കുന്നവരെ നിങ്ങൾ എപ്പോഴും അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. കാരണം നിങ്ങളെ ഭജിക്കുക എന്നാൽ സത്പ്രവർത്തികൾ മാത്രം അനുഷ്ഠിക്കുക എന്നതാണല്ലോ. നിങ്ങളുടെ ആഗമനം കൊണ്ട് എന്റെ ജന്മവും അംശം, ഗ്രഹം ഒക്കെ പരിശുദ്ധമായി തീർന്നിരിക്കുന്നു. എന്റെ ഈ ജന്മം സഫലമായി കഴിഞ്ഞു. അങ്ങയുടെ ദാസനായ എന്നോട് എന്ത് സേവയാണ് ചെയ്യേണ്ടത് എന്ന് കൽപ്പിച്ചാൽ മാത്രം മതിയാകും. നിങ്ങളുടെ ആജ്ഞ അനുസരിക്കുന്നതിൽ പരം എന്ത് ഭാഗ്യമാണ് ഞങ്ങൾ മനുഷ്യർക്ക് ലഭിക്കുവാനുള്ളത്. ഇങ്ങനെ പറഞ്ഞ സുധാമാവ് പ്രത്യേക സുഗന്ധപുഷ്പങ്ങൾ കോർത്തുണ്ടാക്കിയ ഒരു ഹാരം അവർക്ക് സമർപ്പിച്ചു.
സന്തുഷ്ടനായ ഭഗവാൻ സുധാമാവിനോട് ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സുധാമാവാകട്ടെ ഇഹലോകത്തിലെ യാതൊരു ആഗ്രഹവും നിലനിർത്താതെ ഭഗവാനിലുള്ള അചഞ്ചല ഭക്തി മാത്രമായി തന്നെ അനുഗ്രഹിക്കാൻ അപേക്ഷിച്ചു. ദീർഘായുസ്സും അനന്ത യശസ്സും സൗഭാഗ്യവും ആരോഗ്യവും സമ്പത്തുമുണ്ടാകട്ടെ എന്നനുഗ്രഹിച്ച് ഭഗവാൻ അവിടെ നിന്നും യാത്ര തിരിച്ചു. വീണ്ടും രാജവീഥിയിലൂടെ നടന്നു പോകുമ്പോഴാണ് അതീവ സുന്ദരിയായ ഒരു യുവതി കൈകളിൽ കുറിക്കൂട്ടുകളുടെ താലവുമായി നടന്നു വരുന്നത് ശ്രീകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവളുടെ കൈയിലെ കുറിക്കൂട്ടുകളുടെ സുഗന്ധം അവൾക്കു ചുറ്റും മോഹിപ്പിക്കുന്ന വലയം പോലെ പടർന്നു. എന്നാൽ മൂന്നായി ഒടിഞ്ഞു മടങ്ങിയതുപോലെ കൂനിക്കൂടിയാണ് അവൾ നടന്നിരുന്നത്. കൂനിയാണെങ്കിലും സുന്ദരമായ അംഗങ്ങളോടുകൂടി നടന്നുവന്ന അവളുടെ അടുത്തു ചെന്ന് കുനിഞ്ഞു നിന്ന് ഭഗവാൻ അവളോട് ഇപ്രകാരം മന്ദഹാസത്തോടെ ചോദിച്ചു: അല്ലയോ സുന്ദരി, നീ ആരാണ്? എന്താണ് നിന്റെ പേര്? ആർക്കു വേണ്ടിയാണ് ഈ കുറിക്കൂട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്? സുഗന്ധത്താൽ ഇത് ഞങ്ങളെ ആകർഷിക്കുന്നു. ഇതിൽ നിന്ന് അല്പം ഞങ്ങൾക്ക് കൂടി നൽകാമോ? ഞങ്ങളുടെ ശരീരത്തിന് ശീതളിമ ഈ കുറിക്കൂട്ടുകൾ നൽകും എന്നുറപ്പ്. പകരം അതുകൊണ്ട് നിങ്ങൾക്ക് നന്മയുമുണ്ടാകും. തന്റെ മുന്നിൽ മൃദുമന്ദഹാസത്തോടെ വന്നുനിന്ന് മോഹിപ്പിക്കുന്ന സ്വരത്തിൽ സംസാരിക്കുന്ന യുവകോമളനെ തനിക്കാകുന്നതുപോലെ മുഖമുയർത്തി ത്രിവക്ര എന്നറിയപ്പെട്ടിരുന്ന ആ സൈരന്ധ്രി ഇങ്ങനെ പറഞ്ഞു: ഹേ സുന്ദര, കംസമഹാരാജാവിന്റെ കൊട്ടാരത്തിലെ ഒരു സൈരന്ധ്രി മാത്രമാണ് ഞാൻ. രാജധാനിയിലാണ് എനിക്ക് ജോലി. എനിക്ക് എന്റെ അച്ഛനമ്മമാർ സുമുഖി എന്നാണ് പേര് നിശ്ചയിച്ചത്. എന്നാൽ എന്റെ ശരീരം കണ്ടല്ലോ, വക്രിച്ചു കൂനിയ ഈ രൂപം മൂലം എല്ലാവരും എന്നെ ത്രിവക്ര എന്നാണ് വിളിക്കുക. സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് ചന്ദനക്കുഴമ്പും ഗോരോചനവും കസ്തൂരിയുമൊക്കെ ഉപയോഗിച്ച് വാസനക്കൂട്ടുകൾ ഉണ്ടാക്കാൻ ഞാൻ വിദഗ്ധയാണെന്ന് മറ്റുള്ളവരെല്ലാം പറയുന്നു. ഞാനുണ്ടാക്കിയ വാസനക്കൂട്ടുകൾ മാത്രമേ മഹാരാജാവ് ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ അങ്ങയെ കണ്ടപ്പോൾ എന്തുകൊണ്ടോ എന്റെ ഈ കുറിക്കൂട്ടുകൾ ഇതിൽ കൂടുതൽ യോജിക്കുന്ന മറ്റാരാണ് ഭൂമിയിലുള്ളത് എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് നല്ല വസ്തുക്കൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിവ് നന്നായുണ്ടല്ലോ. കാരുണ്യപൂർവം ഉള്ള നോട്ടവും സംസാരവുമുള്ള അങ്ങ് ഈ സുഗന്ധദ്രവ്യങ്ങൾ തരുമോ എന്ന് ചോദിച്ചതിൽ എനിക്ക് വളരെയധികം ആനന്ദമുണ്ട്. മഹാരാജാവിനു വേണ്ടി ആയതിനാൽ പ്രത്യേകം തയ്യാറാക്കിയ ഈ കൂട്ടുകൾ സന്തോഷത്തോടെ ഇതാ ഞാൻ അങ്ങേക്ക് തരുന്നു. സ്വീകരിച്ച് ധന്യമാക്കുക. ഈ കുറിക്കൂട്ടുകൾ അണിഞ്ഞ ശ്രീകൃഷ്ണ ബലരാമന്മാർ അതീവ ശോഭയുള്ള സുഗന്ധത്തോടു കൂടിയവർ ആയിത്തീർന്നു. നെഞ്ചിലും നെറ്റിയിലും കൈകാലുകളിലും ഇവർ കുറിക്കൂട്ടുകൾ പുരട്ടുന്നത് കണ്ട് സന്തുഷ്ടയായ ത്രിവക്ര ഭഗവാന്റെ നെറ്റിമേൽ തന്റെ പൂവിരലുകളാൽ ഗോപിക്കുറി ചാർത്തിക്കൊടുത്തു. അതോടെ ഭഗവാൻ അവളെ സമീപിച്ച് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. പിന്നീട് സ്വന്തം പാദങ്ങൾ കൊണ്ട് അവരുടെ കാലുകളിൽ അമർത്തിച്ചവിട്ടി. കൈവിരലുകൾ കൊണ്ട് താടിയിൽ പിടിച്ചുയർത്തി. ഈ ദിവ്യ സ്പർശമേറ്റതോടുകൂടി അവളുടെ ശരീരത്തിലെ വളവുകൾ നിവർന്ന് അവൾ ത്രിവക്ര അല്ലാതെയായി. സർവലക്ഷണയുക്തയായ ഒരു സുന്ദരിയായി അവൾ മാറിക്കഴിഞ്ഞു. നിറമിഴികളോടെ അവൾ ഭഗവാന്റെ മുന്നിൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ വാത്സല്യത്തോടെ പിടിച്ചെഴുന്നേൽപ്പിച്ച ശ്രീകൃഷ്ണൻ അവളോടിങ്ങനെ ചോദിച്ചു: ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ലജ്ജ കൊണ്ട് തുടുത്ത മുഖവുമായി സുമുഖി ഭഗവാന്റെ ഉത്തരീയത്തിന്റെ വക്കിൽ കയറിപ്പിടിച്ച് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ പ്രാണേശ്വര, അങ്ങെന്റെ ഗൃഹത്തിലേക്ക് വന്നാലും അങ്ങയെയല്ലാതെ മറ്റൊന്നും എനിക്ക് ഈ ഭൂമിയിൽ ആവശ്യമില്ല എന്ന് അങ്ങേക്കറിയാമല്ലോ. എന്റെ ഗൃഹം ഇവിടെ അടുത്തു തന്നെയാണ്. ദയ തോന്നി എന്നെ അങ്ങയുടെ സ്വന്തമാക്കൂ. എന്നോട് കരുണ കാണിക്കൂ. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം മറുപടി പറഞ്ഞു: സുമുഖി, ഏറ്റവും സുന്ദരിയാണ് നീ. അതീവ സ്നേഹപൂർവം ആവശ്യപ്പെടുന്നത് തീർച്ചയായും സാധിക്കുകയും ചെയ്യും. പക്ഷേ കുറച്ചു ദിവസം കാത്തിരിക്കണം എന്ന് മാത്രം.
എനിക്ക് ചില കടമകൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഗൃഹവും ഭാര്യയും ഒന്നുമില്ലാത്ത എനിക്ക് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വരാൻ സന്തോഷമാകും. പക്ഷേ എന്റെ പ്രധാന കടമ നിറവേറ്റാൻ കഴിയാതെ എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. സ്നേഹപൂർവം സുമുഖിയെ പറഞ്ഞ് അനുനയിപ്പിച്ച് അവർ യാത്ര തുടർന്നു. സുമുഖിയാവട്ടെ ഇതൊക്കെ സ്വപ്നമോ സത്യമോ എന്നമ്പരന്ന് ഭഗവാൻ മറഞ്ഞ വഴിയിൽ നോക്കി നമസ്കാരം ചെയ്തു. അതിനുശേഷം ശ്രീകൃഷ്ണനും ബലരാമനും ധനുർപൂജയ്ക്ക് പൂജിക്കാനുള്ള ചാപം വെച്ചിട്ടുള്ള യജ്ഞശാല അന്വേഷിച്ച് കണ്ടുപിടിച്ചു. യാഗശാലയിലേക്ക് യാതൊരു പരിഭ്രമവുമില്ലാതെ കടന്നു ചെന്നു. അവർ ദൂരെ നിന്ന് പടുകൂറ്റനായ ശൈവചാപത്തെ വീക്ഷിച്ചു. അഭൗമമായ തേജസ്സോടുകൂടി വിളങ്ങുന്ന വില്ലിനെ മാലകളാലും അമൂല്യ രത്നങ്ങളാലും അലങ്കരിച്ചിരിക്കുന്നു. കണ്ടാൽ തന്നെ ഭയം തോന്നിക്കുന്ന അത്ര ഗാംഭീര്യവും ശോഭയും നിറഞ്ഞ വില്ലിനെ ശ്രീകൃഷ്ണനും ബലരാമനും ഭക്തിയോടെ കൈകൂപ്പി നമസ്കരിച്ചു. ഘോരരൂപികളായ അസുരന്മാർ വില്ലിനു ചുറ്റും കാവൽ നിന്നിരുന്നു. കൃഷ്ണൻ അടുത്തു ചെന്ന് വില്ലിനു നേരെ കൈനീട്ടി. ഇത് കണ്ട ഭടന്മാർ പുച്ഛിച്ചു. കംസമഹാരാജാവിനല്ലാതെ മറ്റാർക്കും ഉയർത്താൻ കഴിയാത്ത ഘനഗംഭീരമായ വില്ലിനു നേരെ കഷ്ടിച്ച് കൗമാരത്തിലെത്തിയ ബാലൻ കൈനീട്ടുന്നത് വെറും സാഹസമായേ അവർക്ക് തോന്നിയുള്ളൂ. എങ്കിലും അവർ ശ്രീകൃഷ്ണനെ ദൂരെ മാറ്റാൻ ശ്രമിച്ച് ഇപ്രകാരം അട്ടഹസിച്ചു. ബാലന്മാർക്കായുള്ള കൗതുക വസ്തുവല്ല ഇത്. മഹാവീരന്മാർക്കു പോലും ഞാൻ കെട്ടാൻ കഴിയാത്ത ശൈവചാപമാണ്. ദൂരെ നിന്ന് തൊഴുതുമാറൂ, അടുത്തേക്ക് വന്നുകൂടാ. ആ അട്ടഹാസം ഗൗനിക്കാതെ വസുദേവകൃഷ്ണൻ മുന്നോട്ടു ചെന്ന് മഹാശൈവചാപത്തെ തൊട്ടു തൊഴുത് മിന്നൽ വേഗത്തിൽ ആ വില്ലെടുത്ത് നിവർത്തി നിർത്തി. പിന്നെ ഇടിവെട്ടുന്ന സ്വരമുയർത്തിക്കൊണ്ട് ആ വില്ലിനെ ഒടിച്ചു. മധുരാപുരിയിലെങ്ങും വില്ലൊടിഞ്ഞ സ്വരം മുഴങ്ങി. സജ്ജനങ്ങൾക്ക് ശംഖനാദം പോലെയും അസുരന്മാർക്ക് അപായമണി പോലെയും ആ നാദം അനുഭവപ്പെട്ടു. ശ്രീകൃഷ്ണന്റെ ഈ പ്രവർത്തികൾ അറിഞ്ഞ കംസൻ എങ്ങനെയാണ് പ്രതികരിച്ചത്? കംസന്റെ ഭയപ്രകടനങ്ങൾ നാളെ.